അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ. കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, യേശുവിൻ മുമ്പിൽ നിൻ തിരുസ്നേഹം വാത്സല്യത്തിൻ പൂമഴയേ. യേശുവിൻ മുമ്പിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥ്യത്തിൻ പൂമഴയേ. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ വാക്കുകൾ. നിന്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ വീഞ്ഞു വറ്റിയാൽ അവിടെ ശക്തമായ ഒരു മാധ്യസ്ഥ്യമുണ്ട്. സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ രക്ഷകനോട് പറയുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ സ്വരം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എപ്പോഴും വിളിക്കേണ്ട സ്നേഹമാധ്യസ്ഥ്യമാണ് പരിശുദ്ധ മറിയം. ഈ നല്ല അമ്മ എപ്പോഴും പരിശുദ്ധ തൃത്വത്തിൻ്റെ ദിവ്യ സ്നേഹകൃപയുടെ നിറവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കും. അമ്മയതിന് പ്രാപ്തയാണ്. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ആ സ്നേഹമാധ്യസ്ഥത്തിൽ ആശ്രയിച്ച് അമ്മയുടെ സ്നേഹഗീതം പാടി നമുക്ക് വണങ്ങാം. മഞ്ഞുകാറ്റുപോലെ സുവിശേഷകാതൽ
ശോഭയുള്ള ഷാരോൺ, ഒലിവില കുത്തിപ്പറക്കുന്ന വെൺപ്രാവ്, പഴയ നിയമങ്ങളിൽ മുഴുവൻ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രതീകങ്ങളെ കാണിക്കുകയാണ്. അത് മനോഹരമായി ഇവിടെ ആലപിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം വിശേഷണങ്ങളാണ് തിരുസഭ നൽകുക. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അമ്മയെ ഏറെ പ്രകീർത്തിക്കുന്നു. ആ മനോഹര ഗാനം പാടി നിഷ ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിർമ്മല സ്നേഹത്തെക്കുറിച്ച് ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. നിഷയുടെ വീട്, സ്വദേശം, ഇടവക ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക എന്ന് പറയുന്ന ഇടവകയിലാണ്. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കൂടുതലും യുവജനങ്ങളുടെ ഇടയിലും അതുപോലെ കുട്ടികളുടെ ഇടയിലും വർക്ക് ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സ്നേഹം എങ്ങനെ അനുഭവമാകുന്നു നിഷയുടെ ജീവിതത്തിൽ? എൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂട്ട് പരിശുദ്ധ അമ്മയാണ്. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ സ്കൂൾ പഠനകാലത്ത്. പഠനകാലം മുതൽ ഇങ്ങോട്ട് അമ്മ കൂടെയുണ്ട്. അതിൽ എനിക്ക് 8 മാസം പ്രായമുള്ളപ്പോഴാണ് എനിക്ക് പോളിയോ വന്നതിൻ്റെ വലതുവശം, ശരീരത്തിൻ്റെ വലതുവശം തളർന്നു പോയത്. പോളിയോ വന്ന് പാരലൈസ്ഡാണ്. അപ്പോൾ സ്കൂളിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ക്ലാസ്സിലും ഒത്തിരി ഫ്രണ്ട്സുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സുകൾ ഇല്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഗ്യാങ് തിരിഞ്ഞ് ഓടും വേഗം വീട്ടിലെത്താൻ വേണ്ടി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാവും. എനിക്ക് പെട്ടെന്ന് വേഗം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് ഞാൻ മിക്കവാറും
ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരവസ്ഥ വരാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത ഏകാന്തത തോന്നുമായിരുന്നു, സങ്കടം വരും. ഈ സമയത്ത് ഞാൻ കൂട്ടുപിടിച്ചിരുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് സംസാരിച്ചുകൊണ്ട് സുഹൃദേവങ്ങളൊക്കെ ചൊല്ലി വർത്താനം പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ സാന്നിധ്യം, ഈശോയും പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, അതെൻ്റെ അറിവിൻ്റെ തലത്തിലുണ്ട്. പക്ഷെ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഈശോയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് മെല്ലെ അത്തരം അനുഭവങ്ങൾ ഈശോ എനിക്ക് തരാൻ തുടങ്ങി. ഈശോയുടെ കരസ്പർശം അനുഭവിക്കാനും ഈശോ കൂടെയുള്ള പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് തന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഇടപെടൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, ഞാൻ വലിയൊരു വേദനയിൽ കൂടെ സങ്കടത്തോട് കടന്നു പോകുന്നൊരു സമയം, എൻ്റെ ഫോണിൽ നിന്ന് പോലും ഞാൻ എൻ്റെ റൂമിൽ, ഹോസ്റ്റൽ റൂമിൽ ഒറ്റയ്ക്കിരിക്കുക. എൻ്റെ ഫോണിൽ ഇൻകമിങ് കോൾസ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് പോകുന്നില്ല, ഔട്ട് ഗോയിങ് ഇല്ല. റീചാർജ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് റീചാർജ് ആവുന്നില്ല, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം. എനിക്ക് ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത, അതേസമയം മനസ്സ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി പോകുന്ന ഒരു പ്രതിസന്ധി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് രാത്രിയിൽ ഒരു മിസ്ഡ് കോൾ വരും. ഒരു കോൾ വന്നു, ഞാനത് പിക്ക് ചെയ്തു. പക്ഷെ കോൾ എടുത്തു കഴിയുമ്പം അങ്ങേ തലക്കിൽ കുറച്ച് ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. എവിടെയോ വാഹനത്തിലാണെന്ന് എനിക്ക് തോന്നി, ഇങ്ങനെ ആളുകളുടെ ശബ്ദം, അതേസമയം വണ്ടി പോകുന്ന ശബ്ദം, വണ്ടിയിൽ പാട്ടിട്ടിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ വ്യക്തിയൊന്നും സംസാരിക്കുന്നില്ല, ആരാണെന്ന് അറിയത്തില്ല. കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നി, ഈശോ ആരെ കൊണ്ടോ വിളിപ്പിച്ചതാണ് എന്നെനിക്ക് തോന്നി. ആ കോൾ കട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതേ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ആ വചനഭാഗം മെസ്സേജായിട്ട് വന്നു. അപ്പോഴെനിക്ക് ഒന്നും കൂടെ ഉറപ്പായി, ഈശോ ആരെ കൊണ്ടോ ചെയ്യിച്ചതാണ്. എൻ്റെ മനസ്സിൽ ഈ വചനം വായിച്ചതേ വല്ലാത്തൊരു ശാന്തത അനുഭവിച്ചു. ഭയങ്കരമായിട്ട് കാമായി ഞാൻ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കോൾ വന്നു. എനിക്ക് ഈ നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ കുറേ മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഷെയറിങ് നടത്തിയ ഒരു കൗൺസിലർ, അദ്ദേഹം ഈശോ കൊടുത്ത സന്ദേശങ്ങളുടെയൊക്കെ പ്രത്യേകത കൊണ്ട് എന്തുകൊണ്ടോ എൻ്റെ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ ഫോണിലില്ല. അതുവരെ ഈ 2-3 മാസങ്ങൾ കടന്നു പോയതിനിടയിൽ ഞങ്ങൾ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ഈ വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ബ്രദർ എന്നോട് ചോദിച്ചു, മോളെ എന്ത് പറ്റി? ഈശോ പെട്ടെന്ന് നിന്നെ വിളിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് യാത്ര ചെയ്യാണ്. ബസ്സിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈശോ മനസ്സിൽ ഫോഴ്സ് ചെയ്യാണ്, അവളെ വിളിക്കുക. അപ്പോൾ ഈ ബ്രദർ ഈശോയോട് പറഞ്ഞു, ഞാനിപ്പോൾ വിളിച്ച് അവളോട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ബസ് മുഴുവൻ ബഹളമാണ്. അപ്പോൾ ഈശോ ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു മിസ് കോൾ കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ കോള് വന്നത് പെട്ടെന്ന് ഞാൻ ചാടിയെടുത്തു. അദ്ദേഹം മിസ് കോൾ അടിക്കാനാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം കോൾ കട്ട് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, ഈ വചനം അയക്കാം. ഇങ്ങനെ ഈശോ പറഞ്ഞ് അയച്ചതാണ്. അപ്പം ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മിസ്ഡ് കോൾ കൊടുക്കാൻ ഈശോ പറഞ്ഞതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ സ്വഭാവം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എത്ര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് അവരുടെ നമ്പറിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ കണ്ടാൽ ഞാൻ പെട്ടെന്ന് ഓക്കെ ആവും. ഞാൻ വീണ്ടും എനർജറ്റിക് ആവും. പെട്ടെന്ന് എൻ്റെ മൂഡ് ഓക്കെ ആവും. എൻ്റെ സ്വഭാവം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു കോള് മതി, ഒരു വാക്ക് മതി എന്നെ ഓക്കെ ആക്കാൻ ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിപ്പിച്ചത്. അത് പരിശുദ്ധ അമ്മയാണ് ഇടപെടൽ നടത്തിയത് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു കൊച്ചനുഭവമാണെങ്കിലും എനിക്കൊരു വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു.
പ്രിയമുള്ളവരെ, ഒരു ചെറിയ അനുഭവമെന്ന് തോന്നിയാലും അതിനുള്ളിൽ ഒരു വലിയ ദിവ്യരഹസ്യമുണ്ട്. നിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യപ്പെടുത്തലാണ് അത്. കുഞ്ഞുനാളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ, സ്കൂൾ വിട്ട് കഴിയുമ്പോൾ കൂട്ടുകാരെല്ലാം അതിവേഗം യാത്ര തിരിക്കും. പോളിയോ ബാധിച്ച ആ അവസ്ഥയിൽ ഏകാഗിയായി മാറുമ്പോൾ പരിശുദ്ധ മാതാവിനോടുള്ള സുഹൃദൈവം മാത്രമാണ് കൂട്ട്. അതുവഴി അമ്മ ഈശോയുടെ ബലം നൽകി കൂടെ നിന്നു. വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലൊക്കെ ഒരു മിസ്ഡ് കോളിൽ അല്ലെങ്കിൽ ഒരു വിളിയിൽ കർത്താവിൻ്റെ സ്നേഹവാക്കുകൾ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ ഈശോ പറയുന്നു. അതെ, ഓരോ വ്യക്തിയുടെ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ചെറുതെന്ന് തോന്നുന്ന വലിയ കാര്യത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം നമുക്ക് വിളിച്ചോതുന്നു. നിഷ എന്ന ഈ സഹോദരിയുടെ വാക്കുകൾ, അതെ, നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ദൈവം ശ്രദ്ധാലുവാണ്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വസിക്കാം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. നമുക്ക് ഗാനം ശ്രവിക്കാം.
വരണ്ടുണങ്ങിയ ഹൃദയങ്ങളിൽ പനിമഞ്ഞ് പോലെ ദൈവകൃപ വർഷിക്കുവാൻ മാധ്യസ്ഥം തേടുന്നവളാണ് പരിശുദ്ധ അമ്മ. ജീവിതത്തിൻ്റെ ഉൾത്തലങ്ങളിൽ എന്തുമാത്രം ഊഷരമാർന്ന അനുഭവങ്ങളുണ്ടോ, വേനലിൻ്റെ വറുതിയുണ്ടോ, അവിടെയെല്ലാം സ്നേഹമഴയായി ഈ അമ്മയുണ്ട്. ഒരിക്കലും പിരിയാതെ നിൽക്കുന്ന, ഒരിക്കലും അകലാതെ നിൽക്കുന്ന നിത്യസഹായ മാതാവിൻ്റെ നിർമ്മല സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കാം. ആ വിമല ഹൃദയം നമുക്ക് അഭയ കേന്ദ്രമാണ്. ആരെയും കൈവിടാതെ നിൽക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ആ സാന്ത്വനം. അമ്മേ, പരിശുദ്ധ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. നല്ല നാഥേ, സ്നേഹമയിയായ അമ്മേ, ഞങ്ങൾക്കൊന്നു മതി ഈശോ എന്ന രക്ഷയിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ഉൾപ്രേരണ. ഈശോയിൽ നിന്നകന്നു പോകാതെ ആ രക്ഷകനിൽ അഭയം പ്രാപിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിത സായുജ്യം ഈശോയിൽ ചേർത്ത് വയ്ക്കുവാൻ അമ്മ എപ്പോഴും കൂട്ടായിരിക്കണമേ. ആമേൻ.